ഹലോ ഗായ്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒന്നുകിൽ നമുക്കൊരു വീട് ഉണ്ടാക്കണം, പിന്നെ പറ്റുമെങ്കിൽ മൈനിങ് ഏരിയയിലേക്ക് ഒന്ന് പോയി നോക്കണം. മൈനിങ് ഏരിയ മീൻസ് ആ കേവിലേക്ക് ഇറങ്ങണം എന്നുണ്ടെങ്കിൽ വാട്ടർ ബക്കറ്റ് വേണം. വാട്ടർ ബക്കറ്റ് പറ്റുമെങ്കിൽ ഇന്നുണ്ടാക്കണം. എല്ലാം പറ്റുമെങ്കിൽ ടൈസ് ഇല്ല പറ്റുമെങ്കിൽ ഓക്കെ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗായ്സ്. നമുക്ക് നേരെ ഐറ്റംസ് ഒക്കെ എടുക്കാം. ഇന്നലെ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഞാൻ വീണ് ചത്തിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം മാക്സിമം ചാവാതെ നോക്കാം, ഇറങ്ങണം. ശരി, എന്ത് ചെയ്യുമെന്നാണ് ആലോചിക്കുന്നത്. എന്തായാലും നമുക്ക് ഒരു വീടൊക്കെ ഉണ്ടാക്കണം. ഒന്ന് സെറ്റിലായിട്ട് മതി ഇറങ്ങൽ. പക്ഷെ അയണാച്ചല്ല, ഒരയണം. ബക്കറ്റ് ഉണ്ടെങ്കിൽ ഒരു ധൈര്യം കിട്ടും നമുക്ക്, പക്ഷെ ബക്കറ്റും ഇല്ല. ഇനി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കയ്യിലിച്ചാൽ മതി. ഇതൊക്കെ കയ്യിലിരുന്നോട്ടെ, ഇവിടെ ഇരുന്നോട്ടെ. ടോർച്ച് ഇവിടെ ഇരുന്നോട്ടെ, വേണ്ട. നമുക്കൊരു 32 അവിടെ വയ്ക്കട്ടെ, ഇരുന്നോട്ടെ. പിന്നെ നമുക്ക് ഇന്നത്തെ എന്താ വേണ്ടത്? ലെതർ കയ്യിലിരുന്നോട്ടെ. എന്തെങ്കിലും ഒരു ആർമർ ഉണ്ടാക്കാം, ഏതെങ്കിലും ഒരു ആർമർ ഉണ്ടാക്കാം. പിന്നെ നമുക്ക് ഫിഷിംഗ് റോഡ് ഉണ്ടാക്കിയിട്ട് പറ്റുമ്പോൾ ചൂണ്ടിടാം, ഫാർം ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ സാധനങ്ങളൊക്കെ പൊട്ടിച്ച് കൈ പിടിക്കട്ടെ. ഓഫ്, നൈറ്റ് ആയിരുന്നു. മറ്റേ വില്ലേജറിന് എന്തെങ്കിലും പറ്റുമെന്നാവും. ഇവിടെ പിന്നെ ലൈറ്റ് വെച്ചോണ്ടൊന്നും സ്പോൺ ആക്കില്ല എന്ന് വിചാരിച്ചു, എടുത്തു. നമുക്ക് ഈ ഒരു സാധനം ഇവിടെ തന്നെയാണ് ഉണ്ടാക്കിയൊക്കെ. പിന്നെ ഓക്കെ. ഇനി നമുക്ക് വേണ്ടത് ചൂണ്ട വേണം. ഒരു ചൂണ്ട ഉണ്ടാക്കാം, അതിനുള്ള സാധനങ്ങളുണ്ട്. പിന്നെ ബോ ഉണ്ടാക്കണം ഇതല്ലേ വേണ്ടത്. സ്ട്രിങ് ഒന്നുകൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതാക്കായിരുന്നു. പിന്നെ അത്ര മതി. ഇനി നമുക്ക് ഈ ക്രാഫ്റ്റിംഗ് ടേബിൾ നമുക്ക് പൊട്ടിക്കാം. എന്നിട്ട് ഓക്കെ ഇത് പൊട്ടിക്കാം. ഇത് പൊട്ടിച്ചിട്ട് അതായത് സ്റ്റോൺ വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഇത് നമുക്കിനി അത് രണ്ടാമത് ബെഡ് ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്തിട്ട് രണ്ടാമത് നമുക്ക് വരുമ്പോൾ ഇവിടെ തന്നെ സെറ്റാക്കാം. അപ്പോൾ നമ്മളിനി മിക്കവാറും വീടുണ്ടാക്കാൻ സാധ്യത കാണുന്നുണ്ട്. അതിന് മുമ്പേ ഒന്ന് ഫിഷിംഗ് ഒക്കെ ചെയ്ത് നോക്കിയിട്ട് സെറ്റാക്കാം വയസ്സ്. അപ്പോൾ നമുക്ക് അവിടെ ഒരു പോണ്ടല്ല സോറി, ഒരു പോളുണ്ട്. മതി. ഒരു 2 അയണ് എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചാൽ മതി, ബാക്കിയൊക്കെ സെറ്റ്. പിന്നെ എന്തോ ഒരു വിശക്കുണ്ടല്ലോ. എവിടുന്ന ഒരു ഒച്ചയും ബഹളമൊക്കെ. ഫൈറ്റിനുള്ള പരിപാടിയാ. കാണിച്ചാൽ പോരി, നമുക്കൊരു ഫൈറ്റ് അങ്ങോട്ട് എടുക്കാം. ഒരു മിനിറ്റ് നമുക്കിത് ഇങ്ങോട്ട് വയ്ക്കാം. ഷീൽഡ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ നീ ചത്ര എന്താ? അയ്യോ, എൻ്റെ ഷീൽഡ്. എൻ്റെ ഷീൽഡ് വേണമെങ്കിൽ അയണുണ്ട്, നമുക്കൊരു ഷീൽഡ് ഉണ്ടാക്കാം. അതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് അയണ് പിന്നെ കിട്ടുമ്പോൾ സെറ്റാക്കാം. ഇവിടെ റീസ്പോൺ സെറ്റായിരിക്കട്ടെ. ഞാൻ പോയിട്ട് അയൺ എടുത്തിട്ട് ഇത് ഉണ്ടാക്കിയിട്ട് വരാം. എന്നാലും ഞാൻ തീർന്ന് വിചാരിച്ച്, ചത്തേർന്നെങ്കിൽ തീർന്നില്ല.
ഒരയണ് ബാക്കി ഉണ്ടായിരുന്നത്. എന്താ ചെയ്യാൻ? എന്നാലും അതെന്താ ഉണ്ടായത്? ഒരു 2 ഇരുന്നോട്ടെ. നമുക്ക് അവിടെ നിന്ന് പോകാം. കുറച്ച് ഫുഡ് വെച്ച് എടുത്തിട്ട് നമുക്ക് ക്യാമ്പ് ഫയറൊക്കെ സെറ്റാക്കി പന്നീനെയൊക്കെ കുട്ടിയൊന്ന് ഇവിടെ അങ്ങോട്ട് കൂടണം. ഫസ്റ്റ് ഉടൽ തന്നെ എന്തെങ്കിലും ഒരു സാധനം കുത്തിയിരുന്നെങ്കിൽ മലയുടെ മേലെന്തോ കാണുന്നു. നിക്ക് നമുക്ക് ആ മലയുടെ മേലൊന്ന് പോയേക്കാം. ഒരു കാര്യം ചെയ്യാം, ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ ആക്കിയിട്ട്. ഞാൻ നേരത്തെ നമുക്കിതിൽ നമുക്കൊരു സാധനം ഉണ്ടാക്കണമല്ലോ. പേര് കിട്ടുന്നില്ല. അയ്യോ, നെഗറ്റാക്കല്ലേ. നെഗറ്റാക്കിയ തീർന്നു. ഇത് നമുക്കവിടെ ഉണ്ടാക്കിയേക്കാം. എന്നിട്ട് ഒരു ഷീൽഡ് ഉണ്ടാക്കാം. ഒരു സ്വാഡ് ഇപ്പോൾ ഒന്നും ഉണ്ടാക്കണ്ട തൽക്കാലത്തേക്ക്. നമുക്കൊരു അല്ലെങ്കിൽ വേണ്ട, സ്വാഡ് ഉണ്ടാക്കാം. സ്വാഡ് ഉണ്ടാക്കിയിട്ട് നമുക്ക് അതും വെച്ച് ഒന്നുകൂടി ഉണ്ടാക്കാം. ഇത് വളാക്കാം. നമുക്കിനി ഇവിടെ റീസ്പോൺ സെറ്റാക്കിയിട്ട് മലമേലോട്ടൊന്ന് പോയോ. ഓക്കെ, ഡെഡാവാതെ മാക്സിമം ബ്ലോക്കൊക്കെ ചെയ്ത് ബ്രിഡ്ജിങ്ങൊക്കെ ചെയ്ത് പോകണം. നമുക്ക് ഒരു ഹൗസ് ഉണ്ടാക്കണം. അതാദ്യം ഉണ്ടാക്കണോ അതോ എന്ത് ചെയ്യണം? ആദ്യം ഞാൻ ഹൗസ് ഉണ്ടാക്കണതിന് മുമ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം, അയണ് കിട്ടുമോ നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് നേരെ ഈ വെള്ളം നമുക്ക് ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ വെച്ചിടും. നമുക്ക് ഒന്നുകൂടി ഇടയ്ക്കൊക്കെ നമുക്ക് കയറി പോവുകയും ചെയ്യാമല്ലോ. ഓക്കെ, ചത്താത്ത് റീസ്പോൺ സെറ്റാക്കില്ലേ? സെറ്റാക്കി എന്നുള്ള തോന്നുന്നത്. എടുക്കണം. ഇവിടെ എങ്ങനെയാലും സൈഡിലൊക്കെ നോക്കി കണ്ട് രണ്ടായാണ് കണ്ട്. കിട്ടിയ അവൻ തീർന്നു. എന്താ ഗൈസ്, എനിക്ക് പേടിയാ വന്നു. ഇഷ്ടംപോലെ ഉണ്ടാവണേ. 1 2 3 4 ഫ്ലാഗ് 5 6 Oh my god. 7 8 Oh my god, 4 രൂപയൊക്കെ മൊത്തമൊക്കെ കിട്ടി. ലക്ക് എന്തോ ലക്ക്. പിന്നെ ആരൊക്കെ ഇനി കുറച്ച് കോളം കൂടി എടുക്കാം. ഒരു ബക്കറ്റ് ആദ്യം തന്നെ ഉണ്ടാക്കാം. എന്നിട്ട് ബാക്കി ആരും മാറ്റി വയ്ക്കാം.
എന്നിട്ട് നമുക്ക് നൈസായിട്ട് ഇവിടുന്ന് പോവാം, ഒരു വീടുണ്ടാക്കാം, അടിയിലിറങ്ങാം. നോക്കട്ടെ, ഞാൻ പറയുന്ന പോലെ ഈസിയല്ല. കുറച്ച് ടോർച്ച് മാത്രം എടുത്താൽ ഓണം വയ്ക്കാൻ മരമൊക്കെ മുറിച്ച് സാപ്ലിങ്സ് അവിടെ നട്ടേക്കാം. ഫാം ഉണ്ടാക്കണം, കുറേ പണികളുണ്ട്. ഓക്കെ, ഇരുന്നുകൊണ്ടിട്ട് തൽക്കാലത്തേക്ക് ഇത് മതി. ഓക്കെ ഓക്കെ, ഇതുണ്ട്. ഇത് പൊട്ടിക്കാം. എനിക്കിതും കൊണ്ട് ചാവണ്ട, എനിക്കിതും കൊണ്ട് ചാവണ്ട, എനിക്കിതും കൊണ്ട് ചാവണ്ട ചാവണ്ട. വേണ്ട. ഓക്കെ 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 ഓക്കെ, ഫൈറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എനിക്ക് ഫൈറ്റ് ചെയ്യണ്ട. ഓക്കെ ഓക്കെ, ഇപ്പോഴൊന്ന് സമാധാനമുണ്ട്. ഇനി നമുക്ക് ഈ വെള്ളത്തിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് മൂടിയിട്ട് നമ്മൾ അവിടെ ഇതുണ്ടാക്കാം. ഏത് വീടുണ്ടാക്കണം. അതിന് മുമ്പ് നമുക്കിതൊന്ന് സേഫ് ആക്കണം. വെച്ചിട്ട് റീസ്പോൺ പോയി ഇവിടെ എവിടെയെങ്കിലും ഒന്ന് റീസ്പോൺ ചെയ്യട്ടെ. എന്നിട്ട് അടുത്ത് ഇത് നേരത്തെ കിട്ടിയിരുന്നെങ്കിൽ ഞാൻ ഇത്രയും പാടുകളുണ്ട്. അത് ഡീസ്പോൺ ആയിട്ടില്ലെങ്കിൽ നമുക്ക് എനർജി ഒക്കെ കിട്ടും. നോക്കാം. ഇനി ഇവിടെ ഇരുന്നുകൊണ്ടുള്ള കളിയാണ്. ഇവിടെ ആക്കട്ടെ. പെട്ടെന്ന് കിട്ടിയുള്ളൂ. ശേ, ഞാൻ 10 ഉണ്ട്. സോറി. ബെഡ് ഇവിടെ വെക്കട്ടെ. ഇവിടെ സ്പോൺ സെറ്റാക്കാം. ഇവിടെ അങ്ങോട്ട് പൊട്ടിക്കാം. ഓക്കെ, സെറ്റ്. അപ്പോൾ ഇതൊക്കെ സെറ്റ്. ഇനി നമുക്ക് ഇത് ഫർണസിൽ കത്തിക്കാൻ വെക്കാം. നമുക്ക് ഇതിന് ക്ഷാമുണ്ടായതിൻ്റെ ഒരു കാര്യം ചെയ്യാം. ആളുണ്ടല്ലോ, വെച്ചങ്ങോട്ട് കുക്ക് ചെയ്യാം. ഉള്ളതും കൊണ്ട് ഓണം പോലെ ഈ ഓക്കെ ഓക്കെ, സ്മെൽറ്റ് ചെയ്യാം. അത് അവിടെ കിടന്ന് സ്മെൽറ്റ് ആയിക്കോട്ടെ. നമുക്കിനി അവിടേക്ക് വെക്കുന്നതിന് മുമ്പ് നമുക്ക് സ്റ്റിക്ക് ഉണ്ടാക്കാം. പിന്നെ ബാക്കി കോളേജ് ടോർച്ച് ഉണ്ടാക്കണം. എല്ലാം കൊണ്ട് സ്റ്റിക്ക് ഉണ്ടാക്കാം. ബാക്കി നമുക്ക് ഇവിടെ അയണ് എടുത്തിട്ട് കോളിന് ക്ഷാമല്ല, അതുകൊണ്ട് കുഴപ്പമില്ല. ഒരു 10 ടോർച്ച് ഉണ്ടാക്കി വയ്ക്കാം. ബാക്കി നമുക്ക് ഇതിൽ തന്നെ വെക്കണം. ഒന്നുകൊണ്ട് 2 ബാക്കി ഫുഡ് കത്തിക്കാൻ വെക്കട്ടാ. ഇത് നല്ലത്. ഓക്കെ, എക്സ്പീരിയൻഡ് 8 വയ്ക്കാം. ഈ കോള്
ഇവിടെ വയ്ക്കാം. ഇത്ര ടോർച്ച് മതി തൽക്കാലം. അങ്ങോട്ടൊരു വെള്ളം ഒഴിച്ചേക്കാം. അത് തന്നെ. എന്നിട്ട് പിന്നെ ബക്കറ്റ് തിരിച്ചു പോയാലും വലിയ സീനില്ല. അത് അങ്ങോട്ട് വെള്ളം ഒഴിച്ചേക്കാം. അപ്പോൾ തന്നെ അവിടുത്തെ എല്ലാ മോബ്സും അങ്ങോട്ട് നീങ്ങിപ്പോകും. എന്നിട്ട് നമുക്ക് അടുത്ത റൗണ്ട് പോവാം. ചത്ത കുഴപ്പമില്ല. ഇനി എനിക്ക് ചാവുന്നതുകൊണ്ട് വലിയ സീനില്ല. ഇനി നമുക്ക് ഒരു ഇപ്രാവശ്യം ഷീൽഡ് വയ്ക്കാൻ മറക്കണം. ഷീൽഡും കൂട്ടും ഇത് നമുക്ക് ഇവിടെ തന്നെ സമർപ്പിക്കാം. ഇനി ബുദ്ധി എന്താ ചെയ്യണേ? വാട്ടർ ബക്കറ്റ് ഉണ്ടാക്കണം. ആവശ്യത്തിന് മാത്രം അയൺ യൂസ് ചെയ്യുക. അയൺ നല്ല ക്ഷാമുണ്ട്. അതുകൊണ്ട് മാക്സിമം ഒറ്റൊരു ബക്കറ്റ്. വേഗം ടെസ്റ്റ് ഔട്ട് ആക്കി. ബാക്കി 5 കൊണ്ട് എന്താ ഉണ്ടാക്കുക? പിക്കാക്സ് ഉണ്ടാക്കി വെച്ചു. പോകുന്ന വഴിക്കാവുക വെച്ചാൽ ഇങ്ങോട്ടും റെസ്പോൺസ് വലിയ സീനില്ല. വെള്ളമെടുത്ത് ഓക്കെ. വില്ലേജസ് ചത്താൽ ഞാൻ വേറെ വില്ലേജ് കണ്ടുപിടിക്കേണ്ടി വരും. അങ്ങനെ ഒരു സീനുണ്ട്. വില്ലേജസ് ചാവാതിരുന്നാൽ മതിയായിരുന്നു. ബാക്കി അതോട്ട് വയ്ക്കാം. നമുക്ക് അവിടെ നിന്നൊരു വെള്ളം വയ്ക്കാം. ചാവാതിരുന്നാൽ കൊള്ളാം. പിന്നെ ശബ്ദത്തിൻ്റെ ഒരു കമ്മി ഉണ്ടാവും. കാരണം എന്താ, അയ്യോ പറയാൻ പേര് കിട്ടുന്നില്ലല്ലോ. മൈ ഗോഡ് വെള്ളം പോയി. ഇനി 2 ടോർച്ച് ഓണിൽ എടുത്തിട്ട് പോവാം. എന്നിട്ടൊരു വെള്ളത്തിൻ്റെ ചുറ്റും 2 സൈഡും 2 ടോർച്ച് വെച്ചിട്ട് പിന്നെ നമുക്ക് സെറ്റാക്കാം. ഇതായിരിക്കും സേഫ്റ്റി. എന്നാൽ പിന്നെ നമുക്ക് ഇന്ന് വീട് ഉണ്ടാക്കണ്ട, അടുത്ത എപ്പിസോഡിൽ വീട് ഉണ്ടാക്കാം. കാരണം ഇവിടെ എന്തായാലും ട്രീസ് ഇങ്ങനത്തെ ട്രീസ് കമ്മിയാണ്. അപ്പോൾ അടുത്ത വട്ടം നമുക്ക് സെറ്റാക്കാം. പ്രാവശ്യം നമുക്ക് കേവ് എക്സ്പ്ലോർ ചെയ്യാം. നല്ല പേടിയുണ്ട്. എന്തായാലും മോബ്സൊക്കെ മാറിപ്പോകും. ടോർച്ച് വലിയ സീനില്ല. ഉണ്ടാക്കാൻ സാധനങ്ങളുണ്ട്. കോളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ട് വലിയ സീനില്ല. ഈ ക്യാമ്പ് ഫയർ ഉണ്ടാക്കി വയ്ക്കുക. അതാകുമ്പോൾ നമുക്ക് ഫുഡൊക്കെ കുക്കായ സുഖം. ഫർണസിനെക്കാട്ടും സുഖം അതാണ്. പക്ഷെ അത് പൊട്ടിച്ചാൽ കയ്യിലേക്ക് God. Sini. Okay, boy.
പോലെ 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 പോലെ. ഓക്കെ ഓക്കെ, തൽക്കാലം ഒറ്റൊരു സ്വാഡ് കൊണ്ടായിട്ട് നമുക്കത് മാക്സിമം തല്ലിക്കൊല്ലാം. ഒരു ബൂട്ടും സ്വാഡും കുറച്ച് ടോർച്ച് എടുത്തിട്ട് നമുക്ക് പതുക്കെ പതുക്കെ എക്സ്പ്ലോർ ചെയ്യാം. അവിടെ മാക്സിമം ലൈറ്റ് ചെയ്യാം, കുറച്ച് ഫുഡ് കൈ പിടിക്കാം. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ അവിടെ ചെറിയൊരു ബിൽഡിങ് പോലെ ഉണ്ടാക്കണം. ആദ്യം തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് എടുക്കാം. ഈ സ്വാഡിക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒറ്റൊരു ആർമാർ ഇതോടെ ഇരുന്നോട്ടെ. കുറച്ച് ചെയ്താൽ മതി. പിന്നെ പകുതി ഇത് ഓക്കെ, ഇതെടുക്കാം. പിന്നെ ഫുഡ് 4 കൈ പിടിക്കാം. 4 ഓക്കെ. ഫുഡിനൊന്നും വലിയ സീനില്ല. ഓക്കെ, പതുക്കെ ചെയ്യാം. ഒന്ന് കഴിച്ച് നല്ലോണം കയറും, നല്ല കുറഞ്ഞിട്ടിട്ടെല്ലാം മതി. അപ്പോൾ തന്നെ മാക്സിമം നമുക്കൊന്ന് സെറ്റാക്കാം. കുറേ ഫൈറ്റ് ചെയ്ത് കൊന്ന് അല്ലാതെ നടക്കത്തില്ല. ഒന്ന് പറ്റുന്നിടത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം വീഡിയോൻ്റെ ലെങ്ത്ത് നല്ല ഉണ്ട്. ഇനി പതുക്കെ നമുക്ക് സെറ്റാക്കാം. ഇനി ഫുൾ ടോർച്ച് എടുക്കാം. പതുക്കെ കുറച്ച് സെറ്റാക്കാം. മിക്കവാറും ഇന്ന് ഞാൻ ഇതാക്കാൻ സാധ്യത കമ്മിയാണ്, വീടുണ്ടാക്കാൻ സാധ്യത കമ്മിയാണ്. പക്ഷെ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ അത് ചെയ്യും. ടൈമിനനുസരിച്ച് കഴിഞ്ഞാൽ കോള് അല്ല, വുഡാണ് കുഴപ്പം. അതുകൊണ്ട് കോബിൾസ്റ്റോണും കൊണ്ട് വീടുണ്ടാക്കിയാലോ എന്ന് ഞാൻ ആലോചിക്കുന്നു. നമുക്ക് ആർമറും പോകാം, കുറച്ച് സാധനം വലിയ പോയാലും സീനില്ലാത്ത അങ്ങനത്തെ ഐറ്റംസ് എടുക്കാം. ഓക്കെ, നമുക്ക് ഇത്ര ഐറ്റംസ് മതിയാവും. ഓക്കെ, 6 ഫുഡ്, ഇത്ര ഐറ്റംസും 6 ഗോളിന് ഫുള്ള് ടോർച്ച് ഉണ്ടാക്കി. എന്നിട്ട് ഓക്കെ, ഫുള്ളുണ്ടാക്കാം. ഫുള്ള് അങ്ങോട്ട് ഉണ്ടാക്കി. എന്നിട്ട് പോകത്തില്ല ഞാൻ വിചാരിക്കാം. ഓക്കെ,
ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കളിക്കുന്നത്. ജീവൻ മരണ പോരാട്ടമാണ് നമുക്ക്. അടുത്തടുത്തൊക്കെ ചത്താ തീർന്നു. Oh my god, അടി വരുന്നു. ഓക്കെ, food. Respawn. വാടാനില്ല, നിന്നെ കൊന്നൊടുക്കുന്നു. മാക്സിമം നമ്മൾ ലൈറ്റ് ചെയ്തു. ഏകദേശം നമ്മളതിനെ കൂട്ടി അടിയേക്ക് പോകുന്നതിന് എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടാക്കേണ്ടി വരും. അവർക്ക് നമ്മുടെ ലൈഫൊക്കെ പറയുന്നത് പക്ഷേ ഒരു ഗ്യാപ്പ് കിട്ടുന്നില്ല. മാക്സിൻ്റെ അത് വിളയാട്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ഇതായത്. നോ എനിക്കിത് ഇപ്പോഴത്തെ തന്നെ പോയി എടുത്തില്ലെങ്കിൽ അവർക്ക് ഡീസ്പോൺ ആവും. എൻ്റെ ഷീൽഡ്, എൻ്റെ വാളും ഫുഡും പോയാലും കുഴപ്പമില്ല, ഷീൽഡാണ് സീൻ. അങ്ങനെ ഞാൻ കാണിച്ചു. എന്ത് ചെയ്യാനാ? പക്ഷെ ഞാൻ മാക്സിമം തരണം ചെയ്യേണ്ട ഗൈസ്. ഫൈറ്റ് ചെയ്യുന്നതിന് ഇടയ്ക്ക് കൂടെ സംസാരിക്കാൻ എന്നെക്കൊണ്ട് വയ്യട്ടെ ഗൈസ്. അതുകൊണ്ട് ഞാൻ വല്ലാതെ ഫൈറ്റ് ചെയ്യുമ്പോൾ സംസാരിക്കാത്ത. കാരണം എനിക്ക് നല്ല റിസ്ക്കാണിത്. മൊബൈൽ ഫോണും കൂടി ആയതുകൊണ്ട് സീനാവും. ഒന്നാമത് വലിയ ഫൈറ്റൊന്നും ഇഷ്ടമല്ല, പക്ഷെ ഫൈറ്റിന് ഇറങ്ങിയാൽ തീർന്നു. അവിടെ കുറേ ഗോൾഡ് ഇതൊക്കെ ഞാൻ കണ്ടു, അയണൊക്കെ കണ്ടു. മിക്കവാറും അവിടെ ഡയമണ്ട് കാണേണ്ടതാണ്.
ഗൈസ്. ഓക്കെ ഇത് സെറ്റായി. നൈസായിട്ട് ആർമറൊക്കെ ഇട്ട് ഫുഡും ഹെൽത്തൊക്കെ കയറ്റിയിട്ട് പോയാൽ മതി. ഇല്ലാതെ നടക്കത്തില്ല. അയ്യോടെ നിറച്ചും മൂസാണ്. ഓക്കെ അയ്യോ ഈ ബ്ലോക്കാണ് അതിനെ പൊട്ടിക്കും. പോയാലോ പതുക്കെ. ഷീൽഡ് കിട്ടാനായിരുന്നു. ഇല്ല ഇനി ഞാൻ പെടും ഗൈസ്. ചെയ്യണേ ഇനി ഒരു കാര്യം രക്ഷയുള്ളൂ. നമുക്ക് മണ്ട, അല്ലാതെ വേറെ വഴിയില്ല. ഓക്കെ ഇനി ടൂൾസ് വരാൻ പറ്റില്ല. ചത്താടി ആവാൻ നിൽക്കുന്നുണ്ട്. അതിനൊരു വലിയ കടമയാണ്. എന്ത് ചെയ്യണ? അപ്പോൾ നമുക്ക് മേലെ പോട്ടെ. നമ്മൾ മേലെത്തിയിട്ട് വീഡിയോ അതിൻ്റെ അപ്പം ഇതാണ്. നല്ല ഫൈറ്റ് ആയിരുന്നു. പൊരിഞ്ഞട്ടി എന്നൊക്കെ പറഞ്ഞാലുണ്ട്. എന്നാ മേലെ എത്താത്തത്. സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ആളെന്ന് വെള്ളയിക്കുന്ന കിട്ടിയാൽ ഞാൻ ആ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ബൈ